അപ്പൊ നമ്മുടെ കഥയുടെ അവസാന ഭാഗത്തേക്ക് കടന്നാലോ? അകത്തേക്ക് പോണ വഴിക്ക് പാർവതി പറഞ്ഞു, ആന്ധ്രയിൽ അരി കിട്ടുന്ന കാലം വരെ മലയാളികളെ പോലെ നമുക്കും ദോശയ്ക്കൊരു മുട്ടും ഉണ്ടാവില്ല ഭഗവാനെ. പാർവതിക്ക് എന്നും മക്കളെ പറ്റിയ വിചാരമുള്ളൂ. അവര് കഴിച്ചോട്ടെ, അവര് ജീവിച്ചോട്ടെ. പാർവതിക്ക് അറിയോ, വെള്ളം കുടിക്കാതെ വെറും വയറ്റിൽ വന്ന് തൊഴുതുവെന്ന് പറഞ്ഞ് ഇവരൊക്കെ പോണത് നേരെ എവിടേക്ക് അറിയോ? മസാല ദോശയും കാപ്പി അടിക്കാനാ. എന്റെ പാർവതി, ഞാനിവിടെ എന്നും ഈ വെള്ള നൈവേദ്യവും പായസവും ഇത് കഴിച്ച് എനിക്ക് മടുത്തു കേട്ടോ. എനിക്ക് ഇന്നെങ്കിലും പൂരി മസാല വേണം കേട്ടോ പാർവതി. ദേ നോക്കൂ, പൂരി മസാല ഒന്നും ഇല്ലാട്ടോ, വേണമെങ്കിൽ ദോശ വന്ന് കഴിച്ചോളൂ. പാർവതി അവസാന വാക്ക് പറഞ്ഞു. ഇനിയിപ്പൊ നിന്നിട്ട് കാര്യമൊന്നുമില്ല, പൂരി മസാല കിട്ടണ ലക്ഷണമൊന്നും കാണുന്നില്ല. ദോശ എങ്കിൽ ദോശ. കൃഷ്ണ, നിനക്ക് വേണോ ദോശ? മഹാദേവൻ ചോദിച്ചു. അയ്യോ വേണ്ട വേണ്ട, അവിടെയും ദോശ തന്നെയാ. ഉരുളൻകിഴങ്ങ് കിട്ടാനില്ലാത്രേ. ഉടനെ ഇന്ദ്രനും കൂട്ടിച്ചേർത്തു. ഭഗവാനെ, അമരാവതിയിലും അതേ അവസ്ഥയാണ്, എല്ലാരും ദോശയിലേക്ക് മാറിയിട്ടോ. ഒരു കള്ളച്ചിരിയോടെ കണ്ണിറുക്കിക്കൊണ്ട് കൃഷ്ണൻ മഹാദേവനെ അടുത്തേക്ക് വിളിച്ചു. അതെ, ലക്ഷ്മി പാർവതി അറിയണ്ട, നമുക്കിന്ന് ഗുരുവായൂർക്ക് പോണ വഴിക്ക് നന്ദിയോട് പറയാം, ആ പൂരി മസാല കിട്ടുന്ന ഒരു ഹോട്ടലില്ലേ, അവിടെ ഒന്ന് നിർത്താൻ. നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് പോവാന്നേ. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കിളിനാദം. നോക്കിയപ്പാരാ, പാർവതിയാ. അങ്ങനെ നിങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും വരുന്നുണ്ട്. അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ച് പോവാന്ന് തീരുമാനം എടുത്ത് ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിച്ചു.